ഹലോ ഗായ്സ്, എൻ്റെ പേര് സുധി. എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അയ്യോ ഇത് സുധീൻ്റെ ഇൻട്രോ അല്ലേ, വേണ്ടോട്ടെ, നമുക്ക് നമ്മളെ ഇൻട്രോ തന്നെ എടുക്കാം. നമ്മളിതാ ഗൂയിസ് കുറേ നാൾക്ക് ശേഷം നമ്മളിതാ പുതിയൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് വന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഒരു മൊണ്ണക്കളിയല്ലേ കളിക്കുന്നത്. ഇത്ര വിനിങ്ങനെ എന്നെ നോക്കുന്നേ പോടാ. അതിൽ ഇത് നമ്മൾ എന്നത്തെ പോലെ മൊണ്ണക്കളി ആയിരിക്കില്ല കളിക്കുന്നത്. ഇതാണ് റിയൽ മൈൻക്രാഫ്റ്റ് പ്രോയുടെ കളികൾ. ഞാൻ എന്നത്തെ പോലെ തന്നെ മൊണ്ണത്തരം കാണിച്ച് ഈ അയണും ഡയമണ്ടും കൊത്തെടുക്കാൻ പോകുന്നില്ല. ഓൺലി വില്ലേജസ്. അപ്പോൾ തന്നെ നിങ്ങൾ ഇത് എവിടെ നിന്ന് വില്ലേജസിൻ്റെ എന്ത് ഡയമണ്ട് ആർമൊക്കെ വേണമെങ്കിൽ ഇത് വേണ്ടെന്ന് എന്ത് വേണ്ടേ, അതിൻ്റെ പേരെന്തായിരുന്നു, പച്ച സാധനമില്ലേ, എമറാണ്ട്, അത് വേണം. എമറാണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വില്ലേജസിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. എമറാണ്ടിന് എന്ത് വേണം, അയം വേണം. ഓക്കെ, നമ്മളെന്തായാലും അതേപോലത്തെ നമ്മൾ ഫസ്റ്റ് ഒരു ബ്രീഡിങ് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു അയൺ ഫാമൊക്കെ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. എന്തായാലും നമുക്കെന്തായാലും അധികം താമസിക്കുന്നില്ല. നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡ് അടിപൊളിയാക്കി നമുക്ക് നേരെ ഇതിൽ തുടങ്ങാം. ഒരു വില്ലേജിൻ്റെ അടുത്താണ് സ്പോൺ ആയത്. നമുക്ക് നേരെ വില്ലേജിൽ കയറിയിട്ട് എന്തൊക്കെയോ ഉണ്ട് നോക്കാം. അതൊരു റൂൻറ്റി പൊട്ടൽ, ഇതൊരു ആൺമാമനുണ്ട്, പിന്നെ ഒരു ബെല്ലുണ്ട്. ഞാൻ ഇച്ചിരി സൗണ്ട് കൂട്ടിട്ട്, സൗണ്ട് കുറവാണെന്നുള്ളതെന്ന്. ഇതൊരു ബ്ലാക്ക് മിത്തിൻ്റെ വീടുണ്ട്. ഈശ്വര, എന്തിലുണ്ടാണ് കണ്ണടയ്ക്കാൻ പോവാ. വാട്ട് ഈസ് ഞാൻ ഈ കണ്ണും കൊണ്ട് കാണുന്നത് എന്താണ്? എടാ, ഇത് റൂമിൻ്റെ പോയിട്ട് സെറ്റാക്കുള്ള സംഭവമൊക്കെ ആയെന്ന് തോന്നില്ല. തുടക്കം തന്നെ നമുക്ക് ഡയമണ്ട് 6 ഡയമണ്ട്, നമുക്ക് ഒരു ആക്സും ഈ ഗോഡ്സിൻ്റെ സാധനം ഇട്ടിരിക്കട്ടെ. എവിടെ ഞാൻ വിചാരിച്ചില്ല തുടക്കം തന്നെ ഇത് കിട്ടുമെന്ന്. എൻ്റെ അമ്മ ലോട്ടയല്ല മോനെ. ഇതിലും പോയിട്ട് ഞാൻ റൂമിൻ്റെ പോയിട്ടെല്ലാം ചെന്ന് നോക്കാം. അതിനെക്കാട് മുമ്പ് നമുക്ക് ഇവിടെ ഒരു മരം ഉണ്ട്. പോയിട്ട് അത് അവിടെ ഒരു മരമുണ്ട്. ചെറിയൊരു പണി കിട്ടി. ഞാൻ സമയത്ത് എനിക്ക് കോൾ വന്നു. അപ്പം ഞാൻ അറിയേണ്ട ഗെയിമിൽ നിന്ന് ബേക്കടിക്ക് പോയി. അപ്പം ഒരു ക്രീപ്പർ ഒറ്റപ്പെട്ട് തിരങ്ങി കൊണ്ടിരിക്കും. പിന്നെ ഞാൻ അവിടെ പോയൊരു മരം കൂടെ വെട്ടി ഞാൻ തിരിച്ച് നമുക്ക് ക്രാഫ്റ്റിൻ്റെ അവിടെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ക്രാഫ്റ്റിൻ്റെ അവിടെ അങ്ങ് ഉണ്ടാക്കാം. ഞാൻ മരം വെട്ടിയായിരുന്നു കേട്ടോ. മരം വെട്ടിക്കഴിഞ്ഞില്ല ഞാൻ ചത്തത്. അതുകൊണ്ട് പിന്നെ വുഡൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇച്ചിരി കൂടെ പോയി മരം വെട്ടിയതാണ് ഗൈസ്. ഇതൊരു ആക്സും ഒരു പിക്കാസും ഉണ്ടാക്കി തുടക്കം തന്നെ നമുക്ക് ഡയമണ്ടും കൊണ്ട് കളിയായി ഗൈസ്. ഈ ആർമർ വന്നിട്ടേക്കാം. ഇവിടെ കുറേ സ്റ്റോൺ, നമുക്ക് അതിൻ്റെ സ്റ്റോൺ ടൂൾസ് ആകാം. ഡയമണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല, സ്റ്റോണിൻ്റെ ആവശ്യം നമുക്ക് കുറേ ഉണ്ട്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ, ഈ പൊട്ടാറായ സാധനത്തിലേക്ക് എങ്ങനെ ഈ SP ഇങ്ങനെ കയറ്റുമ്പോഴാണല്ലോ ഈ പൊട്ടാറായ സാധനം പുതിയതാവുക. പക്ഷേ ഞാൻ അതെൻ്റെ വേൾഡിൻ്റെ അത് നോക്കിയിട്ട് അത് വർക്കാകുന്നില്ല. പിന്നെ മനസ്സിലായി, സുധിയണ്ണൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മിൻറ്റിങ് ആഡ് ചെയ്യണമെന്ന്. അപ്പം മിൻറ്റിങ് എനിക്ക് കുറേ എന്തായാലും ആവശ്യം വരും ഈ വേൾഡിൻ്റെ അത്. എന്തായാലും അതൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ ഇന്ന് സെറ്റാക്കി നമുക്ക് നാളെ തന്നെ ബ്രീഡർ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സെറ്റാണ് കേട്ടോ. ചില ബ്രീഡറിൻ്റെ അത്യാവശ്യം ഒന്നുമില്ല. നമുക്ക് അയണൊക്കെ കുറേ വേണം. അയണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഈ ആർമറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ലെതറിൽ പിന്നെ അയൺ ആർമറൊക്കെ ആയിട്ടൊന്ന് കയറി നോക്കണം ദിവസം. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്കൊരു വീടൊക്കെ ഞാൻ കുറേ കഴിഞ്ഞാണ് ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. അതായത് ഇലക്ട്രിക്ക് ഒപ്പിച്ചിട്ട് ചിലപ്പോൾ വീടൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. വെച്ചാൽ എനിക്ക് ഈ വീടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര സാധനം. പിന്നെ നല്ല വീടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ഫേവററ്റ് ആയ കാര്യങ്ങൾ ഡീപ്പ് സ്ലൈറ്റും ഇങ്ങനത്തെ സ്റ്റോൺ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഡീപ്പ് സ്ലൈറ്റൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണ്, അതൊക്കെ കുത്തിയെടുക്കാൻ ഭയങ്കര പണിയാണ്. ഒരു സ്റ്റാക്ക് 7 ആയിട്ടുണ്ട്. സ്റ്റോൺ പിക്കാസ് 2 ഉണ്ടാക്കിയേക്കാം. ഇത് 2 ഒരു സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ ഗൈസ്. ഒരു ആക്സ്, ഒരു സൂഡ് ഒന്ന് ഉണ്ടാക്കാം. എടുത്തിവിടെ വെക്കട്ടെ. ഫുഡ് അത്യാവശ്യം നമ്മളെ കയ്യിലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ വീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീറ്റ് കുത്തിയെടുക്കാൻ പോയിട്ട് കേട്ടോ. വീറ്റ് ഇല്ലേ, വീറ്റില്ല, ഇച്ചിരി ചമ്മയല്ലോ. വീറ്റ് ഇവിടെ ഉണ്ടോ, നമുക്ക് എടുക്കാം. നമുക്ക് റൂമിൻ്റെ പോയിട്ട് എന്തെങ്കിലും കിട്ടുന്നത് ഫുഡും എല്ലാം മതിയായിരുന്നു.
അതുകൊണ്ട് കൂട്ടി ഫുഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് ഒക്കെ കിട്ടും. ഗോൾഡൻ ക്യാരറ്റ് മതിയായിരുന്നു. എടാ ഇത് എന്ത് ഈ വീട് എന്ത്? ഓ എഫിഷ്യൻസി 4 ഉള്ളൊരിതുണ്ട് കേട്ടോ. ആർമറിനെ ഞാനൊന്നും ഒന്നും രസമൊന്നും ഇല്ല, ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഈ അയൺ ആർമർ ഉള്ളൂ, അല്ലെങ്കിൽ അഞ്ചാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് നമുക്ക് ഈ അയൺ ആർമർ കൊണ്ട് അവിടെ കൊണ്ട് വെച്ചാൽ മതിയല്ലോ. ഗൈസ് എനിക്കിനി കുറേ പണികളൊക്കെ ഉണ്ട് ഗൈസ് ഈ വേൾഡിൻ്റെ അകത്താണെന്ന് വെച്ചാൽ. നല്ല വീടുണ്ടാക്കണം. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് 2 അയൺ ഫാം ഉണ്ടാക്കാനാണ്. ഫസ്റ്റ് ഒരു അയൺ ഫാം ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ ഫസ്റ്റ് ഒരു 30 വില്ലേജിൻ്റെ അയൺ ഫാം ഉണ്ടാക്കാം. ഇത് 1.20 വേർഷനാണ്. പിന്നെ 20 വില്ലേജിൻ്റെ. ഇത് വില്ലേജ് എന്ന് വെച്ചാൽ ദൂരം ഉണ്ടാക്കണം. അത് മിനിമം അത് അത്ര അവിടെയെങ്കിലും കൊണ്ടുണ്ടാക്കണം. അത് ആ ഒരു ഭാഗത്ത് ഈ ഒരു മരം ഇരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുണ്ടാക്കിയ അയൺ ഫാം വർക്കാൻ സാധ്യതയുള്ളൂ. വില്ലേജിൻ്റെ അടുത്തുണ്ടാക്കി വില്ലേജസ് ചിലപ്പോൾ പണി തരാൻ സാധ്യതയുള്ളൂ. എനിക്ക് വില്ലേജിന് പിന്നെ വലുതായിട്ട് ഇഷ്ടമല്ല. ഉമ്മാരെ കൊണ്ടിരുത്താനൊക്കെ എന്ത് പണിയെന്നറിയാം. ബ്രീഡർ നമ്മൾ ദൂരമായിട്ട് ഉണ്ടാക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. അയൺ ഫാമിൻ്റെ ഫസ്റ്റ് ബ്രീഡർ അവിടെ ഉണ്ടാക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഇച്ചിരി കൂടി ദൂരമായിട്ട് അയൺ ഫാം, പിന്നെ അവിടെ നിന്ന് ഇച്ചിരി കൂടി ദൂരമായിട്ട് അയൺ ഫാം, പിന്നെ അയൺ ഫാമിൻ്റെ ഇച്ചിരി കൂടി ദൂരമായിട്ട് മറ്റേ സാധനം ബ്രെഡ് നിന്ന് മറ്റേ ട്രേഡിങ് സെക്ഷൻ അത് നമുക്ക് ഉണ്ടാക്കണം. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ വലിയ പ്രോ ആകും കേട്ടോ. എന്തായാലും അതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആ റൂമിൻ്റെ പോട്ടിൽ കത്തിക്കാനൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതിൽ 5 എന്തോ ഒബ്സിഡിയൻ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ജസ്റ്റിൽ. പിന്നെ ഓട്സിൻ്റെ ആർമുണ്ട്, പക്ഷേ സാഡലില്ല. അതാണ് പറഞ്ഞത്. അല്ല സാഡലാണ്. പിന്നെ 5 ഒബ്സിഡിയൻ ഉണ്ട്. പിന്നെ ഈ വേൾഡ് പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇവിടെ വലിയ പ്രത്യേകത ഒന്നും ഇല്ല. എനിക്ക് പക്ഷേ റയർ സാധനം കിട്ടി, അതാണ്. ഇവിടെ വേറെ എന്തെങ്കിലും വില ഭയവും കൊണ്ട് നോക്കാം. ഈ വെയിച്ചിൻ്റെ പ്രോ കേട്ട് നമുക്കൊരു എക്സ്പ്ലോറിലേക്ക് പോകാം ഗൈസ്. പിന്നെ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു ഗൈസ്. ഈ ബ്ലേസ് റോഡ് മാത്രം ആരെ കയ്യിൽ നിന്ന് നമുക്ക് നെതർ പോയിപ്പിച്ചാട്ടെ. എൻ്റർമാൻ്റെ എൻ്റർപുള്ളർ അടിക്കാനും നെതർ പോയി എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഇത് വില്ലേജറിൻ്റെ അതിന് ട്രേഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ നമുക്ക് അത്ര സുഖമാണ്. പിന്നെ ആ ബയോമ പോകണ്ടല്ലോ. എന്തായാലും നമുക്ക് ബ്രീഡറിന് അത്ര വില്ലേജ്, ഒരു 2 വില്ലേജസിൻ്റെ ഒരു ക്യാരറ്റ് സെറ്റപ്പ് മതി. ഈ ക്യാരറ്റ് ഉണ്ട്, ഈ ക്യാരറ്റ് ഇപ്പോഴാണ് പറിച്ചേക്കാം. നാളത്തെ വീഡിയോയിൽ നമുക്ക് ബ്രീഡർ സെറ്റ് ചെയ്യാം കേട്ടോ. ബ്രീഡർ സെറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഒരു വലിയ കുഴി ഒപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ അത് കുറച്ച് ഇതൊക്കെ ഒപ്പിക്കുക. അത്രയ്ക്ക് വലിയ ബ്രീഡ് സെറ്റ് ചെയ്യാം നമുക്ക്. എനിക്ക് ക്യാരറ്റാണ് ബ്രീഡറിന് ഏറ്റവും നല്ലതെന്ന് സുധിയാനൊക്കെ പറയുന്നത്. ഞാൻ സുധിയാനൻ്റെ ഫാനാണ്, അവർക്ക് അറിയുന്നതായിരിക്കും. പണ്ട് തൊട്ട് സുധിയാനൻ്റെ വീഡിയോ കണ്ടിട്ടാണ് മൈൻക്രാഫ്റ്റ് അത്യാവശ്യം കളിക്കാൻ തുടങ്ങിയത്. ക്യാരറ്റ് ഇവിടെ ഉണ്ടോ? അല്ല വില്ലേറെ ക്യാരറ്റാണുണ്ടോ? നീ ഇത് ക്യാരറ്റാണോ പൊട്ടറ്റാണോ? തിരിയുന്നില്ലല്ലോ. പൊട്ടറ്റോ ആണെന്ന് തോന്നുന്നു. ഇത് പൊട്ടറ്റോ അല്ല, പംകിനുമല്ല. ഇതൊന്നുമല്ല. ഇത് സാധനം ഇത് ക്യാരറ്റ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് പണിയിട്ട സാധ്യത ഉണ്ടല്ലോ. പൊട്ടറ്റോ ഒന്നും നല്ലതല്ല ഗൈസ്. തിന്നാൻ നല്ലതാണ്, പക്ഷേ ഇവന്മാർക്ക് ബ്രീഡ് ആണെങ്കിൽ ക്യാരറ്റ് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത്. ഗോൾഡൻ ക്യാരറ്റ് വെക്കാൻ പറ്റും. ട്രസ്റ്റ് ചെയ്തേക്കല്ലോ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ക്യാരറ്റ് എവിടെ നിന്ന് പോവുകയും. ഇത് വീറ്റ എനിക്ക് ഉറപ്പ്. ഇത് വീറ്റ. ഹോട്ട്സ് ഉണ്ട്, കുതിരയുണ്ട്. അയ്യോ എൻ്റെ ക്യാരറ്റ് പന്നെ. ഞാൻ പിന്നെ എന്നെ എടുത്തോളാം. എൻ്റെ ക്യാരറ്റാണ് ഞാൻ കൊടുത്തത്. ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ നോക്കിയതാണ്. പിന്നെ എന്താ നമുക്ക് ആ വീടിൻ്റെ മണ്ടയ്ക്ക് ഇവിടേക്ക് ഒന്ന് നോക്കാം ഗൈസ്. ഇവിടെ വില്ലേജ് കാണാൻ രസമുണ്ട്. അത്യാവശ്യം കാണാനല്ല. ഒരു കടലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ ഫർണസിന് കുക്ക് ചെയ്യാനൊക്കെ സാധനം വേണമെങ്കിൽ നമുക്ക് കല്ലിൽ പോയിട്ട് ആ സാധനം എടുത്തോണ്ട് മതി. എന്തോ ഒരു ഇതില്ലേ, പായൽ, അങ്ങനത്തെ പായലുണ്ടല്ലോ, ആ പായലെടുത്തുള്ളത്. ഇതിന് മണ്ടക്കില്ല. ആമേ എന്ത് മണ്ടത്തര കാണിക്കുന്നത്. ഇത്ര പ്രോ ആയിട്ട് ആ കുഴി കൊടുത്താൽ സൈഡിൽ കൂടെ ഇങ്ങനെ എന്നിട്ട് ഇതിലേക്ക് കയറും. എന്നിട്ട് ഇവിടെ മണ്ടക്കൂടെ കയറാം ബ്ലോക്ക്. ഗൈസ് ഇതാണ് ആ ടി വില്ലേജിൻ്റെ ഫുൾ വ്യൂ. അടുത്തൊന്ന് വേറെ പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് അയൺ ഫാമൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട് സിമ്പിളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പറ്റും ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡാക്കാൻ സമയം. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇതിൻ്റെ പെട്ടെന്ന് തന്നെ ഞാൻ വേറെ എപ്പിസോഡ് കൊണ്ടുവരുന്നതായിരിക്കും. നമുക്ക് പിന്നെ ഇതിനെ കുറിച്ച് വേറെ കാര്യങ്ങളൊന്നും വലിയ പറയാനൊന്നുമില്ല.
നല്ല വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ചത് എനിക്ക് അയൺ ഫാം അല്ല മറ്റേ വില്ലേജറിൻ്റെ അത് ആ ബ്ലാക്ക് മിത്ത് എൻ്റെ പുറകെ കാണുന്ന മരത്തിൻ്റെ പുറകെ കാണുന്ന ബ്ലാക്ക് മിത്തിൻ്റെ അതൊന്നും ഡയമണ്ട് എടുത്തതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണം, ശരിയാണ്, സബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ബൈ ബൈ. നമ്മൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുന്നത്, ശരി, സബ് ചെയ്ത് പവറൊക്കെ ഓക്കെ ബൈ. ബൈ അല്ല ഗൈസ്, ബൈ. ഇത് ബൈ. എന്നാടാ നോക്കുന്നേ, ഇറങ്ങിപ്പോടാ.